വലിയ ട്രെൻഡിനെ മാറ്റിമറിക്കേണ്ടതുണ്ട് BJPക്ക്. അത് നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭയിലേക്ക് BJPക്ക് അനുകൂലമായി വരുന്ന വോട്ടുകൾ നിയമസഭയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ട് ആം ആദ്മി പാർട്ടിക്കാണ് വരുന്നത്. അതിൻ്റെ ഒരു വിശദമായ കണക്ക് കിരൺ ബാബു നൽകും മാജിക് വാളിന്റെ സഹായത്തോടു കൂടി. അവിടെ കിരൺ, 2014 ലോക്സഭയും 2015 നിയമസഭയും തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പും, അതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ എങ്ങനെയാണ്? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ സീറ്റുകളെ നിയമസഭകളിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJP എത്രമാത്രം മേധാവിത്വം നേടിയിട്ടുണ്ട്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് കീഴ്മേൽ മറിയുകയും ചെയ്തിട്ടുണ്ട്. കിരൺ, മഞ്ജുഷ, അത് തന്നെയാണ് ഒരു പ്രത്യേകത. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണില്ല ആ തരത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം കെജ്രിവാളിനും ആപ്പിനുമാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം BJPക്ക്. കഴിഞ്ഞ 3 തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് അവിടെ ഡൽഹിയിലെ 7 സീറ്റിൽ 7 ജയിച്ചത്. അവിടെ എല്ലാം മഹാഭൂരിപക്ഷം BJPക്ക് ലഭിക്കുമ്പോൾ തന്നെയാണ് മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യം 70 സീറ്റിൽ 67 സീറ്റിലും രണ്ടാം തവണ കഴിഞ്ഞ തവണ 2020 70 സീറ്റിൽ 62 സീറ്റിലും ജയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു. അതിന്റെ കണക്കുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ മാജിക് വാളിൽ ഓരോ കണക്കുകളും വളരെ കൃത്യമായി തന്നെയുണ്ട്. 2013 ആദ്യം ഒരു കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത്. ഒരു വളരെ കുറച്ച് നാൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഭരണമായിരുന്നു അത്. 2013 ശേഷം ക്ഷമിക്കണം 2015 എത്തിക്കഴിഞ്ഞാൽ 2015 ആം ആദ്മി പാർട്ടിക്ക് 67 സീറ്റുകളും BJPക്ക് 3 സീറ്റുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആകെ ഈ 3 എടുത്ത് മാത്രമാണ് BJPക്ക് ജയിക്കാനായത്. എന്നാൽ അതിന് 2020 എത്തുമ്പോൾ 8 സീറ്റുകളിലേക്ക് BJPക്ക് ജയിക്കാൻ ആകെ 8. അപ്പോഴും 70-ൽ 62 സീറ്റുകൾ ജയിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. നേരെ മറിച്ച് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈ മേധാവിത്വം ആം ആദ്മി പാർട്ടിക്ക് ഈ മേധാവിത്വം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചുള്ള ഒരു മേധാവിത്വമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 ഫലം നോക്കാം. 7-ൽ 7 സീറ്റും അന്ന് ലഭിച്ചത് BJPക്കാണ്. ആ സമയത്ത് ആകെ ആം ആദ്മി പാർട്ടിക്ക് ഈ പച്ച നിറത്തിൽ കാണുന്ന ഏതാനും സീറ്റുകൾ 10 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി. ആകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 10 സ്ഥലത്ത് മാത്രമാണ്. അപ്പോൾ 67 നിയമസഭാ മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി MLA-മാരുള്ള സമയത്താണ് കേവലം 10 മണ്ഡലങ്ങളിൽ MLA-മാരുടെ മണ്ഡലങ്ങളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതും ആം ആദ്മി പാർട്ടിക്കല്ല യഥാർത്ഥത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനായിരുന്നു. അന്ന് 2014 മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പൂർണ്ണമായും 0 എന്നത് തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 2019 അവിടെയും സമ്പൂർണ്ണ വിജയം BJPക്കായിരുന്നു. അന്ന് സമ്പൂർണ്ണ വിജയം നേടുമ്പോഴും കോൺഗ്രസിന് 5 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ബാക്കി മുഴുവൻ സീറ്റുകളിലും BJP ആയിരുന്നു. അവിടെയും ആം ആദ്മി പാർട്ടി 0 ആയിരുന്നു എന്ന് ആലോചിക്കണം. ആ സമയത്തും ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് 67 സീറ്റോടുകൂടി ഭരിക്കുമ്പോഴാണ് ഈ ആം ആദ്മി പാർട്ടിക്ക് ഒറ്റ സീറ്റിൽ പോലും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയാതെ പോയതെന്ന് ആലോചിക്കണം. ഏറ്റവും അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്ക് കൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആദ്യമായി 18 സീറ്റുകളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും BJPക്ക് തന്നെയാണ് 7 സീറ്റുകളും ലോക്സഭാ സീറ്റ് ജയിച്ച BJPക്ക് തന്നെയായിരുന്നു ഈ 70 സീറ്റുകളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ മുന്നേറ്റം. അതായത് 52 സീറ്റുകൾ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 7-0 ജയത്തെ നിയമസഭയിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 52 സീറ്റുകളിൽ BJPക്ക്, അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ 52 മണ്ഡലങ്ങളിൽ BJPക്ക് മേധാവിത്വമുണ്ടായി. 18 കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്നുള്ള സഖ്യത്തിനും. അങ്ങനെ വരുമ്പോൾ 2014-ലും 2019-ലും പോലെ തന്നെ 24-ലും BJPയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ജയിച്ചിരിക്കുന്നത്. വലിയ മേധാവിത്വം ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ കാര്യം മറിയുകയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. മറിച്ച് സംഭവിക്കും. അതിന് പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ലോ രാകേഷ്, മറ്റൊന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് BJP ഡൽഹിയിൽ നടത്തിയ പ്രചാരണമാണ്. ഓരോ ഏരിയ തിരിച്ച് ഇപ്പോൾ എവിടെയാണോ ഏതൊക്കെ ഭാഷ സംസാരിക്കുന്ന ആളുകളാണോ അതാത് സംസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കളെ ഇറക്കി അവിടുത്തെ മുഖ്യമന്ത്രിമാരെ ഇറക്കി. ഇപ്പോൾ ആസാമിൽ നിന്ന് മുഖ്യമന്ത്രി അവിടെ എത്തുകയുണ്ടായി. അതൊരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ എല്ലാ പ്രദേശത്തു നിന്നും അതാത് നേതാക്കളെ എത്തിച്ചുകൊണ്ടും മുഖ്യമന്ത്രിമാരെ എത്തിച്ചുകൊണ്ടും പ്രചാരണം നടത്തി. പക്ഷേ ആപ്പ് എന്ന് പറയുന്നത് കേജ്രിവാളിനെ കേന്ദ്രീകരിച്ചാണ്. 2 സംസ്ഥാനങ്ങളിലാണ് ആപ്പിന് ഭരണമുള്ളത്, പഞ്ചാബിലുമുണ്ട്. പക്ഷേ കേജ്രിവാളിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്റ്റാർ ക്യാമ്പയിൻ മാത്രമാണ് നടത്തിയത്. കോൺഗ്രസ് ആകട്ടെ അതിനുവേണ്ടി വലിയ മെനക്കെട്ടിട്ടില്ല, അല്ലെ? വലിയ നേതാക്കളെ അങ്ങോട്ട് ഇറക്കിയിട്ടുമില്ല. പക്ഷെ BJPയുടെ ഈ സ്ട്രാറ്റജി വിജയിക്കും എന്നുള്ള കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. അത് എത്രമാത്രം ശരിയാണ്? തീർച്ചയായും ഇന്ത്യ എന്ന് പറയുന്നത് ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. കാരണം എല്ലാ സംസ്ഥാനത്തുള്ള ആളുകളും ഉണ്ട്, 47 ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും
പൂർവാഞ്ചലികളുണ്ട്, പ്രത്യേകിച്ച് ഈ കിഴക്കൻ UP, ഒപ്പം തന്നെ ബീഹാറിന്റെ ഒരു വലിയ പ്രദേശം ഉൾപ്പെടുന്ന ബീഹാറിലെ ഉപമുഖ്യമന്ത്രി അവിടെ കൊണ്ടുവന്നു. അതെ, ഒപ്പം പഞ്ചാബികൾ വലിയ സ്വാധീനമുള്ള മേഖലയാണ്. മലയാളികളുണ്ട്. പക്ഷേ മലയാളികളുടെയൊക്കെ പ്രശ്നം, മലയാളികൾ പരന്നു കിടക്കുന്നതുകൊണ്ട് ആരും ഒറ്റയ്ക്ക് ഒരു മലയാളി സ്ഥാനത്തെ ജയിപ്പിക്കാനുള്ള ശേഷിയില്ലെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ പൂർവാഞ്ചൽ മേഖല ആയിക്കോട്ടെ, ഇപ്പോൾ പഞ്ചാബ്, ഇതൊക്കെ കൃത്യം പോക്കറ്റുകളാണ്. അപ്പോൾ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇത്തവണ ആ ഒരു സ്ട്രാറ്റജി സാധാരണഗതിയിൽ നടക്കാറുണ്ട്, കൂടുതലായി BJP ചെയ്തിട്ടുണ്ട്. ഒപ്പം പഞ്ചാബി വോട്ടുകൾ കേന്ദ്രീകരിച്ച് ആം ആദ്മി പാർട്ടിയും വലിയ പ്രചാരണം നടത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ഇത്തവണ അഖിലേഷ് യാദവ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിന് അവിടെ വന്നിട്ടുണ്ട്. ഒപ്പം ശത്രുഘ്ൻ സിൻഹ, അദ്ദേഹം ബീഹാർ എന്നുള്ള നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രചാരണം ഇത്തവണ ഏതായാലും നടന്നിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഡൽഹി എന്നുള്ള തലസ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി 1998 ശേഷം BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് BJPക്ക് ഒരു നാണക്കേടുള്ള കാര്യമാണ്. ഈ ഒരു സമയത്താണ് BJP രാജ്യത്ത് ഏറ്റവും ശക്തി പ്രാപിച്ചത്. ആ സമയത്ത് ഡൽഹി പിടിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. 15 വർഷം തുടർച്ചയായിട്ട് കോൺഗ്രസ് ഭരിച്ചു, ഷീലാ ദീക്ഷിത്തിന്റെ കരുത്തിൽ. അതിനുശേഷം ആം ആദ്മി പാർട്ടി കടന്നു വന്നു. കോൺഗ്രസിനെതിരെയാണ് ആം ആദ്മി പാർട്ടി വന്നത് എങ്കിലും അത് BJPക്കാണ് അല്ലെ തലവേദനയായി മാറിയത്. പൊതുവെ BJPക്ക് RSSന് ഭയങ്കര ശക്തിയുള്ള സ്ഥലമാണ്. 52 തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 22% മറ്റു വോട്ട് ജനസംഘത്തിന് അവിടെ ഉണ്ടായിരുന്നതാണ്. മാത്രവുമല്ല RSSന് വലിയ ശാഖകളുള്ള സ്ഥലമാണ് ഡൽഹി. പക്ഷേ അപ്പോൾ പോലും ഡൽഹി വിജയിക്കാൻ BJPക്ക് സാധിച്ചില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പല സംസ്ഥാനങ്ങളിലും ആദ്യമായി BJP ഭരണം പിടിക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോദിയുടെ വരവിന് അപ്പോഴൊക്കെ തന്നെ ഡൽഹി മാറി നടക്കുകയാണ് ചെയ്തത്. കാരണം ഈ ഡൽഹിയിലെ പ്രചാരണ ഘട്ടത്തിലൊക്കെ തന്നെ നരേന്ദ്രമോദി തന്നെയായിരുന്നു സ്റ്റാർ ക്യാമ്പയിൻ. 2015 അവിടെ കിരൺ ബേദിയൊക്കെ വന്നെങ്കിൽ പോലും മോദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രചാരണം. ഇത്തവണ മോദി, അമിത്ഷാ അതിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും വന്നിട്ടുണ്ട്, പ്രചാരണം നടത്തിയിട്ടുണ്ട്, അവിടെ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, കേജ്രിവാളിനെതിരെ ശക്തമായ പ്രചാരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടുള്ള ഒരു പ്രചാരണം കൂടി ഇല്ലായിരുന്നു. ഇത് BJP ഡൽഹി പിടിക്കുകയാണെങ്കിൽ അത് മോദിയുടെ വിജയം എന്ന് മാത്രമായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുമോ? അവരെ എല്ലാ ഫോഴ്സിനും യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ യോഗി ആദിത്യനാഥ്, ഇപ്പൊ യമുന വിവാദത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥാണ്. കാരണം ഞങ്ങൾ സംഗമിൽ മന്ത്രിമാരൊക്കെ സ്നാനം ചെയ്യുന്നു, പക്ഷെ അങ്ങനെ കേജ്രിവാളിന്റെ യമുനയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വെല്ലുവിളി ആദ്യം നടത്തുന്ന യോഗിയാണ്. അതിൽ നിന്നാണ് യമുനയുടെ ഒരു വിവാദത്തിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. അങ്ങനെ എല്ലാവിധം ആളുകൾ, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഇറക്കിക്കൊണ്ട് ഏത് വിധേനയും ഡൽഹി പിടിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് 11 വർഷം കഴിയുന്നു. മാത്രവുമല്ല പരമ്പരാഗതമായി RSSന് സ്വാധീനമുള്ള പ്രദേശമാണ് ഡൽഹി. ചെറിയ പ്രദേശമാണ്, പക്ഷെ അവിടെ പോലും നിരവധി ശാഖകൾ RSSനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും BJPക്ക് പരാജയമുള്ള ഒരു സംസ്ഥാനമല്ല ഡൽഹി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ പോലും 38% അവരുടെ വോട്ട്. പിന്നെ അതായത് ഒരു 5% സ്വിംഗ് വന്നാൽ തന്നെ അല്ലെ, 5% സ്വിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു 8-9 സീറ്റുകൾ മാറുകയാണ്. ഇല്ല, ചെറിയ മണ്ഡലങ്ങളാണല്ലോ എല്ലാം. അങ്ങനെ വരികയാണെങ്കിൽ കേവല ഭൂരിപക്ഷമായ 36ലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. അത് എത്രമാത്രം ശരിയാകുമെന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഡൽഹിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗജന്യങ്ങൾ, വാഗ്ദാനങ്ങളാണ് എപ്പോഴും ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് ഡൽഹിയുടെ മനസ്സ് കീഴടക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ ചിന്തിക്കും, അരവിന്ദ് കേജ്രിവാൾ നൽകുന്ന ഈ സൗജന്യങ്ങൾ അത് ആം ആദ്മി പാർട്ടിയെ ഭരണത്തിൽ നിന്ന് അകറ്റിയാൽ അത് ഇല്ലാതാകുമോ എന്നുള്ളതാണല്ലോ. അത് ആ സംശയം ഇപ്പോഴും ഡൽഹിയുടെ മനസ്സിലുണ്ട് എന്നാണ്. എങ്ങനെയാണ് രാകേഷ്, കൂടുതൽ ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചയാളാണ് പ്രചാരണ സമയത്ത്, അതിപ്പോഴും ഉള്ളത് തന്നെയാണ്. അവസാനം ബജറ്റിൽ ഈ അപ്പർ മിഡിൽ ക്ലാസ്സിനും അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിനുമായി കൊണ്ടുവന്നതാണല്ലോ ബജറ്റിലെ ആദായ നികുതി ഇളവ്. അപ്പോൾ അതിലൂടെ മിഡിൽ ക്ലാസിന്റെയും അപ്പർ മിഡിൽ ക്ലാസിന്റെയും വോട്ടുകൾ നേടാമെന്ന് BJP ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു പുവർ സ്റ്റോപ്പ് പുവർ അല്ലെ, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആ വിഭാഗം ഈ ആപ്പിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആപ്പ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആ സൗജന്യങ്ങൾ വേണ്ട എന്ന് വെക്കുമോ? ഞാൻ അവസാന ദിവസം ഈ ക്യാമ്പയിന് പോയ സ്ഥലം എന്ന് പറയുന്നത് കാൽക്കാജിയാണ്. അവിടെ കേജ്രിവാളിന്റെ പ്രസംഗം എന്ന് പറയുന്നത് BJP അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കുമെന്നാണ്. അതാണ് ആം ആദ്മി പാർട്ടി ഏറ്റവും അവസാനം പയറ്റിയ ആയുധം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സൗജന്യ വെള്ളമുണ്ട്, വൈദ്യുതിയുണ്ട്, സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്രയുണ്ട്. പക്ഷേ ഇതൊക്കെ BJP വരികയാണെങ്കിൽ ഒഴിവാകും. അതാണ് ആം ആദ്മി പാർട്ടിയുടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നത്. മാത്രമല്ല അഴിമതി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ പ്രചാരണമായ ആദ്യഘട്ടങ്ങളിൽ BJP ഒക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ പിന്നീട് കേജ്രിവാൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഒരുവിധ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു 15 ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 2100 രൂപ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കും, BJP അവിടെ 2500. കാരണം BJPയെ സംബന്ധിച്ച് അവർക്ക് മഹാരാഷ്ട്രയും മധ്യപ്രദേശിലും ഒക്കെ ഇത്തരം സ്ത്രീകൾക്കുള്ള പ്രതിമാസം അക്കൗണ്ടിൽ പൈസ ലഭിക്കുന്ന പ്രഖ്യാപനങ്ങൾ അവർക്ക്